എവിടെ ചേട്ടാ വീട്? ഞാൻ ചൂടുമല ടൗണിൽ. അങ്ങനെ ഒരു 1:30 മണിക്ക് ഉണ്ട് ഭയങ്കരമായ സൗണ്ട് കേട്ടു. അങ്ങനെ ഞാൻ എൻ്റെ മോനെ വിളിച്ച് പറഞ്ഞു ഭയങ്കര സൗണ്ട് ഉണ്ട്, എന്താ നമ്മൾ ചെയ്യേണ്ടി ചോദിച്ചു. അപ്പോൾ അവൻ നേരെ കയറി വീട്ടിൻ്റെ നല്ല മേലെ കയറി നിന്നു. കയറി നിൽക്കുമ്പോഴേക്കൊണ്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുള്ള വരുന്നു പൊട്ട് വാതിലൊക്കെ ഇടിച്ച് പൊളിച്ച് എൻ്റെ ഭാര്യ ചളിയിൽ കുടുങ്ങി. അങ്ങനെ ആലുവക്കാരൻ്റെ ഒരു ചെക്കൻ എൻ്റെ വീട്ടിലെ താമസം ബാങ്കുകാരൻ, അവനാണ് ഭാര്യനെ വലിച്ച് കയറ്റി. അങ്ങനെ ചടപടാൻ ഞങ്ങൾ വേഗം അങ്ങോട്ട്. ആൾ നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ? ആൾ നഷ്ടപ്പെട്ടില്ല. വീട് പോയോ? ആ വീടൊക്കെ ഇടിച്ച് പൊളിച്ച്. സ്ഥലം എവിടെയായിരുന്നത്? ചൂരമല ടൗണിൽ. ചൂരമല ടൗൺ. ഇപ്പം വാടക വീടായോ? വാടക വീട് പിന്നെ വാഴവറ്റ ഒന്ന് ശരിയായിട്ടുണ്ട്. വാഴവറ്റ ഇവിടുന്ന് കുറച്ച് ദൂരം ഇല്ലേ? ഇവിടുന്ന് 10 മുട്ടിലപ്പുറത്താണ്. അപ്പോൾ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചോ? അങ്ങോട്ട് പോകാൻ. സർക്കാരിൻ്റെ ലിസ്റ്റിൽപ്പെട്ട വീടാണോ അത്? സർക്കാരിൻ്റെ ലിസ്റ്റ്. വാടക കൊടുക്കണോ? വാടക അവർ കൊടുക്കുക, സർക്കാർ കൊടുക്കാമെന്ന്. വീട് പോയി കണ്ടോ? ആ വീടിന്ന് ഞാൻ എൻ്റെ മരുമകൻ മോളെല്ലാം പോയി കണ്ടു. അത്യാവശ്യ സൗകര്യമില്ലേ? ഉണ്ട്. അവൻ എന്തായാലും അങ്ങോട്ട് മാറുകയാണ്. നാളെ മാറുമോ? നാളെ മാറണമെന്നാണ് പറയുന്നത്. നാളെ മാറണമെന്ന് അവർ പറയിരിക്കാം. ഒപ്പിട്ട് വാങ്ങിന് നാളെ മാറണമെന്ന്. അപ്പം നാളെ മാറണം എന്നാണോ പറയുന്നത്? നാളെ വേണമെങ്കിൽ മാറാം, മറ്റന്നാൾ വേണമെങ്കിൽ മാറാം, അങ്ങനെയാണോ? നാളെ വേണം, നാളെയും പോവാം. എവിടെയാണ് ചേച്ചി താമസിക്കുന്നത്? ഞാൻ സ്കൂൾ റോഡാണ്, പടവട്ടിക്കുന്ന് പറയുന്ന സ്ഥലത്താണ്. ഉരുൾപൊട്ടിയത് വന്നിട്ട് ഞങ്ങളെ വീടിൻ്റെ കുറച്ച് താഴെയാണ്. അവിടെ ഇനി ഒന്നും താമസിക്കാനും പറ്റില്ല. ആന ശല്യമാണെങ്കിൽ ഭയങ്കര ശല്യമാണ്. ഞങ്ങൾക്ക് പുറത്തിറങ്ങാനൊക്കെ ഭയങ്കര പേടിയാണ്. ഇപ്പം ചേച്ചി ഉള്ളത് ക്യാമ്പിലാണോ? ക്യാമ്പിലാണ്. ഈ വാടക വീട് തരുന്ന ലിസ്റ്റ് ചേച്ചി ഇല്ലേ? ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇതുവരെ വിളിച്ചിട്ടില്ല. ഞങ്ങൾ 5-6 കുടുംബം പടവട്ടിക്കുന്നിൽ ഒറ്റപ്പെട്ട പോളെയാണ്. ഞങ്ങൾക്കിപ്പോൾ വാടക റൂമാണ് ഞാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ന് വരെ അവർ വിളിച്ചിട്ടുമില്ല, ഒരു കാര്യം പറഞ്ഞിട്ടുമില്ല. വാടക വീട് സ്വന്തമായിട്ട് നോക്കി തുടങ്ങിയോ? നോക്കിയിട്ട് ഒരു എവിടെയും കിട്ടിയിട്ടില്ല. 2 മക്കളുണ്ട്, പിഞ്ചു മക്കൾ, എൻ്റെ മോൻ്റെ കുട്ടിയുണ്ട്. അപ്പം എവിടെയാണെന്ന് ഞങ്ങൾ അന്വേഷിച്ചിട്ട് ഒരു ഇതും കിട്ടില്ല. പുഞ്ചിരിമട്ടത്തെ ആ വീട്ടിലേക്ക് പോയി നോക്കിയോ? സ്കൂൾ റോഡ്. അപ്പോൾ ആ വീട്ടിൽ എന്താ അവസ്ഥ? അവിടെ താമസിക്കാനൊന്നും പറ്റൂല. അപ്പോൾ എന്തായാലും വാടക വീട്ടിലേക്ക് മാറണം. വീട്ടിൽ വരണം. സർക്കാരിൻ്റെ വീട്ടിലേക്കാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല, ഒന്നും ആയിട്ടില്ല. നിങ്ങളിപ്പോൾ ഏത് ക്യാമ്പിലാണ് ഉള്ളത്? മോളിലാണ്. അപ്പം എത്ര ദിവസം വരെ ക്യാമ്പിൽ തുടരാം? ഇവിടെ ഇപ്പം 20 ദിവസമായി ഞങ്ങൾ. അപ്പം മാറണമെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ? ഇല്ല, പറഞ്ഞിട്ടില്ല. എന്താ പേര്? കുമാരി. എവിടെയാണ് ചേച്ചി വീട്? നീലിക്കാപ്പ്. ഇപ്പം വീട് നഷ്ടപ്പെട്ടിരുന്നോ? ഇല്ല, വീട് നഷ്ടപ്പെട്ടില്ല. പക്ഷെ അങ്ങോട്ട് പോകാൻ കഴിയില്ല, പോകാൻ പറ്റത്തില്ല. വീട്ടുകാർക്കൊന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ? ഇല്ല. അമ്മയ്ക്കും ഇവരുടെ ഒപ്പം ഒരുമിച്ച് താമസിക്കാനല്ലേ ആഗ്രഹം? ഇല്ല, വേറെ ഒരുമിച്ച് തന്നെ താമസിക്കണം. അപ്പം നോക്കിയിരിക്കുന്ന വീട്ടിലോട്ട് പോവാണോ? ആ സമയത്ത് അമ്മ എവിടെയായിരുന്നു? മകൻ്റെ, അതുകൊണ്ടാണ് രക്ഷപ്പെട്ടത് അല്ലേ? നിങ്ങളിപ്പം 6 പേരും അമ്മയാണോ ഇനി ഉള്ളത്? പേരക്കുട്ടികൾ 4 മാത്രം. അത്രയും പേര് മാത്രമായി അല്ലേ? അമ്മ എവിടെ വീട്? പെരുന്തട്ട. എവിടെയാ? പെരുന്തട്ട. ഇപ്പം എങ്ങനെയാണ് വീടിൻ്റെ അവസ്ഥ? അവിടെ ഒരു കുഴപ്പമില്ല. മോളെ നോക്കാൻ വന്നതാ. മോള് പോയോ? അതാണ് എൻ്റെ പേരക്കുട്ടികൾ അല്ലേ? അതാണ് പേരക്കുട്ടികളാണത്. ചെറുത് പോയി. അമ്മയുടെ വീടിൻ്റെ അവസ്ഥ എന്താ ഇപ്പോൾ? എൻ്റെ വീടിക്ക് ഒരു കുഴപ്പമില്ല. അതിന് വേറെ ബുദ്ധിമുട്ടില്ല, അവിടെ താമസിക്കാം. എന്താ ചേച്ചിയുടെ അവസ്ഥ? എൻ്റെ വീട് കുഴപ്പമൊന്നുമില്ല, മേലെയാണ് വീട്. അവിടെ ഇനിയിപ്പോൾ താമസിക്കാൻ പറ്റുമോ? പറഞ്ഞാൽ അവിടെ പോയ ആൾക്കാരുണ്ടെങ്കിൽ എനിക്ക് പോയി താമസിക്കാം. അതല്ലെങ്കിൽ അമ്മൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഇപ്പോൾ ഞാൻ. ഓക്കെ ചേച്ചി. എനിക്ക് എന്താ പറയാൻ, പിന്നെ വീടുണ്ടോ? വീടില്ല ഞങ്ങൾക്ക്. വീട് പോയോ? വീടൊന്നും പോയില്ല. ഞങ്ങൾ അവിടെ താമസിക്കാൻ പറ്റൂല. എവിടെ സ്ഥലം? ചൂരന്മലയിലാണ്. പുഴയുടെ അടുത്താണോ? പുഴ അടുത്താണ്. ഞങ്ങൾ പുഴൻ്റെ അടുത്താണ്. ചേച്ചിയുടെ അവസ്ഥ എന്താ? ഞാൻ സ്കൂൾ റോഡാ. വീടുണ്ടോ? വീടുണ്ട്, പക്ഷെ വീടില്ലാത്ത പോലെ. അവിടെ കല്ലും മണ്ണും മരങ്ങളൊക്കെ വന്ന് ചാഞ്ഞു. ഞങ്ങളെ തൊട്ട വീടൊക്കെ പോയി. വാടക വീടായോ? വാടക വീട് 2 ദിവസം അന്വേഷിച്ച് ഇന്ന് വടവഞ്ചാൽ ഒരു വീട് കണ്ടത്. വടവഞ്ചാൽ എത്ര ദൂരം ഉണ്ട് ഇവിടുന്ന്? 8000 രൂപയാണ് പറഞ്ഞത്. 8000 രൂപ വാടക. അഡ്വാൻസ് കൊടുക്കണോ? ഇല്ല, അഡ്വാൻസ് വേണ്ട. അഡ്വാൻസ് വേണ്ടാന്ന് പറഞ്ഞു. വീട് പോയി കണ്ടു, ഇഷ്ടപ്പെട്ടു. മക്കൾ പോയി. സർക്കാർ ഇപ്പോൾ 6000 രൂപ തരും, മതിയാവോ? അതന്നെ ഇപ്പം നോക്കി നിൽക്കണം. ഞങ്ങൾ എന്താ നാളെ പോന്ന് പോയി ആരോ ഒന്ന് മുട്ടി നോക്കണം. മക്കൾ പോയി കണ്ടെത്തിയിട്ട്. മക്കൾ കണ്ടു. വീട് കണ്ടില്ല? ചേച്ചി കണ്ടില്ല? ഇല്ല, ഞങ്ങൾ സർക്കാരിൻ്റെ ലിസ്റ്റിൽപ്പെട്ട വീട് നോക്കിയില്ലേ? അന്വേഷിക്കാൻ പറഞ്ഞു. ഞങ്ങൾ അവര് അന്വേഷിക്കും. വാടക തരാമെന്ന് പറഞ്ഞു. പക്ഷേ 6000 രൂപയല്ലേ കിട്ടും? 6000. ചേച്ചി എന്താ അവസ്ഥ? എനിക്ക് പഴയ വില്ലേജ് റോഡാണ്. വീടുണ്ട്, പക്ഷേ അവിടെ പോയിട്ട് താമസിക്കാനാണ് പറയുന്നത്. അയൽവാസികളൊക്കെ വാടകയ്ക്ക് വീടെടുത്തിട്ട് പോയി. ഇനി ഞങ്ങളുണ്ട്, അങ്ങോട്ട് പോകാൻ ഞങ്ങൾക്ക് പേടിയാണ്. ഒറ്റയ്ക്ക് താമസിക്കാനും ബുദ്ധിമുട്ടുണ്ട്.